ഇങ്ങനെ ഞങ്ങൾ എങ്ങടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും കറക്കം ഒക്കെ ആയിരിക്കുന്നല്ലേ, പക്ഷെ അതൊന്നുമല്ല കേട്ടോ. കണ്ണൻകുട്ടിക്ക് ആ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ മുതലേക്കേ നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട്. കണ്ണന് മാത്രമല്ല എനിക്കും ഉണ്ട് കേട്ടോ. അവിടെ നല്ല മഞ്ഞൊക്കെയാണല്ലോ, പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് എന്നുള്ളതിനേക്കാളും മഞ്ഞ് കുറച്ച് കുറവായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പക്ഷെ കണ്ണന് കുറുങ്ങൽ മാറണില്ല കേട്ടോ, നല്ലപോലെ കുറുങ്ങലുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും എന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ വേഗം കൊണ്ടുപോകാൻ കേട്ടോ. ജൂബിലിയിലാണ് കണ്ണനെ കാണിക്കാറുള്ളത്. എനിക്ക് ഇവിടെ ഒന്നും അങ്ങനെ കാണിച്ച് അത് വലിയ താല്പര്യമില്ല, കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പീഡിയാട്രീഷനെയാണ് കേട്ടോ കാണിക്കാറുള്ളത്. അവിടെ ചെന്നിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ ഫയൽ വരാൻ വേണ്ടിയിട്ട്. കണ്ണനെ വേഗം കയറ്റാറുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ, പക്ഷേ ഫയൽ വന്നാലല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ മെഡിസിൻസാണ് കൊടുത്തതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഡോക്ടർക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ 2-2.5 മണിക്കൂറോളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആകെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ണൻകുട്ടിക്ക് ഞാൻ പഴം ജ്യൂസ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായൊക്കെ ആകെ വരളുന്നത് വല്ലവൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സർബത്തോ എന്തെങ്കിലും കുടിക്കാം. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ് ഉപ്പ് സോഡ സർബത്തേക്ക് കുടിക്കുകയുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ജ്യൂസിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു കട്ട്ലൈറ്റും വെജിറ്റബിൾ കട്ട്ലൈറ്റും ചേട്ടൻ വണ്ടിയിലേക്ക് മേടിച്ചു കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണന് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഒരു കട്ട്ലൈറ്റും അതുപോലെ സർബത്തും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ എന്തോ പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൻ. പിന്നെ ഞാൻ അത് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോസ്പിറ്റലിലിരുന്നൊന്നും അങ്ങനെ ഞാൻ കൊടുക്കാനായിട്ട് നിൽക്കാറില്ല, കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നിട്ടേ കൊടുക്കാറുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തു കേട്ടോ, ചൂലും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ റിലീഫിൽ നിന്ന് ആട്ടം മരുന്ന് വാങ്ങിയതാണ്. ജൂബിലിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കല്ലു വരുന്ന സമയമാകുമ്പോഴേക്കും എത്തില്ല. അപ്പോൾ അത് കാരണം ഇവിടെ ഇരിഞ്ഞാലക്കട വന്നിട്ട് റിലീഫിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ കണ്ണൻകുട്ടിയുടെ ബോട്ടിലേ ഇങ്ങനെ സ്പൂണുള്ള ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവന് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറുക്കൊക്കെ ആക്കിയിട്ട് പോവുക. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് സിലിക്കോണ്ടായിരുന്നു. സിലിക്കോണ്ടയിൽ കൊടുക്കാൻ ഭയങ്കര പാടാണ്, ഇങ്ങനെ പിളുങ്ങി പോവും. അപ്പോൾ അത് കാരണം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടോ. പിന്നെ ഭക്ഷണം ഒട്ടും കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ നെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ബേബി ഫുഡാണ്, നമ്മുടെ സെർലാക്കൊക്കെ പോലെ. പക്ഷേ സെർലാക്കൊക്കെ കഫക്കെട്ട് ഉണ്ടാക്കാൻ കുറച്ച് ചാൻസ് ഉള്ള ഫുഡാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നെസ്റ്റ് നമുക്ക് കൊടുത്തോളാൻ പറഞ്ഞത്. പിന്നെ വന്നിട്ട് നെറ്റിപ്പടത്തിൻ്റെ കുറച്ച് പണികൾക്കായിട്ടിരുന്നു കേട്ടോ. മൊത്തത്തിൽ ടെൻഷനായിട്ടിരിക്കുന്നൊരു ദിവസമായിരുന്നേ.